നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാകുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷിക്കാരോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും മന്ത്രി. ജീവനക്കാരില്ല. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസ് പൂട്ടി. വീട് കെട്ടിട നിർമ്മാണ അനുമതിക്കായി പഞ്ചായത്തിൽ അപേക്ഷിച്ചവർ ദുരിതത്തിൽ. വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി പണം തട്ടിയ പരാതിയിൽ യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. കൂനത്തറ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. വ്യാജ പെർമിറ്റ് നിർമ്മിച്ചത് വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ. ഒലിപ്പുഴ പുലാമന്തോൾ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ മേലാറ്റൂരിൽ ജനകീയ പ്രതിഷേധം. നവീകരണം വൈകുന്നതിൽ റോഡ് ഉപരോധിച്ചു. സമരം അവസാനിപ്പിച്ചത് പ്രവൃത്തി ഉടൻ ആരംഭിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ. കൗതുകവും വിജ്ഞാനവും പകർന്ന ചെർപ്പളശ്ശേരിയിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം. മലബാർ പോളിടെക്നിക് ക്യാമ്പസാണ് 2 ദിവസത്തെ ടെക്സോ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം കാണാനെത്തി നിരവധി പേർ. വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീവ്ര ഭിന്നശേഷിയുള്ളവർക്കായി താമസ സൗകര്യവും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനത്തോടെ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുകയാണെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ ശൃംഖലകൾ ഉടൻ ആരംഭിക്കുമെന്നും വരുമാനവും സ്വയം തൊഴിൽ കണ്ടെത്തലും ഇതിലൂടെ സാധ്യമാവുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കുടുംബശ്രീ എപ്രകാരമാണോ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിച്ചത്, ഏത് പ്രകാരമാണ് സ്ത്രീകളുടെ കർമ്മശേഷി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി അവർക്കും കുടുംബത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത്, സമാനമായ രീതിയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിച്ച് വരുമാനദായകമായ തൊഴിൽ ഉൽപാദന സംരംഭങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. ബൈലോ മുതലായവ തയ്യാറായി കഴിഞ്ഞു. ഉടനെ തന്നെ സംസ്ഥാനത്ത് കുടുംബശ്രീ പോലെ നമ്മൾ അത് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കുചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓഫീസുകളും കലാലയങ്ങളും പൊതുസ്ഥലങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദങ്ങളായി മാറിക്കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കിയാണ് പണിയുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങളും അങ്ങനെയായി മാറണമെന്നും ഭിന്നശേഷിക്കാരോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ വകുപ്പും ഇതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 29 ലക്ഷം രൂപ ചെലവിൽ ശ്രാവൺ പദ്ധതി പ്രകാരം 18 പേർക്ക് 36 ശ്രാവണ സഹായികളും, ഹസ്തദാനം പദ്ധതിയിൽ 94 പേർക്ക് 20,000 രൂപയുടെ സ്ഥിരം നിക്ഷേപ സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു. ശുഭയാത്ര പദ്ധതിയിൽ 51 പേർക്ക് 97 സഹായ ഉപകരണങ്ങളും നൽകി. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ എം വി ജേഡാളി, KSHRWC ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി, പെരിന്തൽമണ്ണ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ഹനീഫ, നച്ചീൽ മൻസൂർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഇൻചാർജ് വി സതിദേവി, ഭിന്നശേഷി കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ചാരുമൂട് പുരുഷോത്തമൻ, KSSM ജില്ലാ കോർഡിനേറ്റർ സി ജാഫർ, KSHPWC റീജിയണൽ ഓഫീസർ CS രാജാംബിക തുടങ്ങിയവർ പങ്കെടുത്തു. ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സ്ഥലം മാറിപ്പോയതിനെ തുടർന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസ് പൂട്ടി. ഇതുമൂലം വീട് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കും പഞ്ചായത്തിന്റെ അനുമതിക്കായി അപേക്ഷിച്ചവർ ദുരിതത്തിലായി. ജീവനക്കാരുടെ കുറവ് മൂലം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കഴിഞ്ഞ ദിവസം പൂട്ടി. ഇതുകാരണം കെട്ടിട നിർമ്മാണത്തിനും വീട് പണിയുന്നതിനും ആവശ്യമായ രേഖകളും മറ്റും പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിലെ ഓവർസിയർ പ്രമോഷനിൽ സ്ഥലം മാറിപ്പോയിരുന്നു. സ്ഥലം മാറിപ്പോയ ഓവർസിയർക്ക് പകരം ഇതുവരെയും മറ്റൊരു ഓഫീസർ എത്തിയിട്ടില്ല. മാസങ്ങളായി പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരില്ല. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, തേർഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികകളിലും ജീവനക്കാരില്ലാത്ത സ്ഥിതിയാണ്. പഞ്ചായത്തിൽ വിവിധ തസ്തികകളിൽ ആളില്ലാത്തതിനാൽ പല ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളോട്
അധികൃതരും കൈമലർത്തുകയാണ്. വിവിധ സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാണ് ഉള്ളത്. ഒലിപ്പുഴ പുലാമന്തോൾ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ മേലാറ്റൂർ ജനകീയ ഉപരോധന സമരത്തിൽ മേലാറ്റൂർ സ്തംഭിച്ചു. പ്രതിദിനം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ നിലവിലേറെ പരിതാപകരമാണ്. വർഷങ്ങളായി റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 144 കോടി രൂപ വിനിയോഗിച്ചാണ് ഒലിപ്പുഴ പുലാമന്തോൾ സംസ്ഥാനപാത നവീകരിക്കുന്നത്. എന്നാൽ പ്രവൃത്തികൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിലായിരുന്നു മേലാറ്റൂർ ജനകീയ സമിതിയുടെ പ്രതിഷേധം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മേലാറ്റൂരിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപരോധം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ അധ്യക്ഷനായി നടന്ന 3 യോഗങ്ങളിലേക്ക് വിളിച്ചു. അന്ന് അവർ പറഞ്ഞത് ഗവൺമെന്റ് പൈസ തരുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ ഇടപെട്ടു. ഇവിടുത്തെ സർവകക്ഷികളും ഇടപെട്ടു. ഇവിടെ പറഞ്ഞല്ലോ, ബന്ധപ്പെട്ട ആളുകളെ പലതവണ പോയി കണ്ടതിന്റെയൊക്കെ കാര്യം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പൈസ കൊടുക്കാത്തതാണ് പ്രശ്നമെങ്കിൽ ഗവൺമെന്റ് മുന്നിട്ട് ട്രഷറി ബാനും മറ്റ് റെസ്ട്രിക്ഷനും ഒക്കെ ഇളവ് ചെയ്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു അത്യുദാരമായിട്ടുള്ള ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമ്മൾ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അത് ചെയ്തില്ലേ? ഉപരോധത്തെ തുടർന്ന് കരുവാരക്കുണ്ട്, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാതെയായി. പൊതുജനങ്ങൾ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഉപരോധ സമരത്തിൽ പങ്കാളികളായതോടെ മേലാറ്റൂർ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. തുടർന്ന് മേലാറ്റൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രൊജക്ട് മാനേജറും ജനകീയ സമിതി അംഗങ്ങളും നടത്തിയ ചർച്ചയിൽ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാമെന്നും ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി പണം തട്ടിയെന്ന പരാതിയിൽ വാണിയംകുളം കൂനത്തറ സ്വദേശി അറസ്റ്റിൽ. തോപ്പിൻ വീട്ടിൽ സജീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി കൂനത്തറ സ്വദേശി സബിനിൽ നിന്ന് പണം തട്ടിയെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സബിന്റെ പുതിയ വീടിനാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോഴാണ് ഹാജരാക്കിയ പെർമിറ്റ് രേഖകൾ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. നിർത്തിയിട്ട 2 കാറുകളിൽ ഇടിച്ചാണ് വാഹനം പാഞ്ഞു വന്നത്. കാർ ഓടിച്ച കോട്ടപ്പുറം കരിമ്പന വരമ്പ് സ്വദേശി ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണപുരം SS സിൽവർ ആൻഡ് ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ചൊവ്വാഴ്ച രാവിലെ 5:55 അപകടം. ഫെഡറൽ ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ ഇടിച്ച ശേഷമാണ് വാഹനം കടയിലേക്ക് പാഞ്ഞു കയറിയത്. കടയുടെ ഗ്ലാസുകൾ, കമ്പ്യൂട്ടർ സാധനങ്ങൾ തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ പറ്റി. നിർത്തിയിട്ട കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അഴുക്കുചാലും മറികടന്ന് ATMന്റെ ബോർഡ് ഇടിച്ചു തകർത്താണ് കാർ കടയിലേക്ക് കയറിയത്. കാർ ഓടിച്ചിരുന്ന കോട്ടപ്പുറം കരിമ്പനവരമ്പ് സ്വദേശി ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം രാവിലെ ആയതിനാൽ ആളുകളൊന്നും സമീപത്തുണ്ടായിരുന്നില്ല. ഇതും വലിയ അപകടം ഒഴിവാക്കി. കൊപ്പത്തു നിന്നും ആറ്റാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 3041 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 3041 പേർക്കാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുന്നത്. എല്ലാവർക്കും വീടെന്ന സ്വപ്നമാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷാത്കരിക്കുന്നത്. PMAY പദ്ധതിയിൽ വീടിന് അർഹത ലഭിച്ച ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യഗഡു വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തി. പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പല നല്ല നല്ല പ്രവർത്തനങ്ങളും ത്രിതല പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്.
പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഒരാൾക്ക് തല ചായ്ക്കാൻ ഒരു വീട് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മുടെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ ഇവിടെ അറിയാം, ഇന്നലെ രാവിലെ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഇന്നലെ രാവിലെ അലനല്ലൂർ പഞ്ചായത്തിലെ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് അവർക്ക് ആദ്യത്തെ ഗഡുവായ 48,000 രൂപ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അലനല്ലൂർ, കാഞ്ഞിരപ്പുഴ, കരിമ്പ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കളുടെ സംഗമവും ആദ്യഗഡു വിതരണവുമാണ് നടത്തിയത്. കുമരംപുത്തൂർ, കോട്ടപ്പാടം, തെങ്കര, തച്ചമ്പാറ പഞ്ചായത്തുകളിലെ ആദ്യഗഡു വിതരണം വരും ദിവസങ്ങളിൽ നൽകും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ചെറുട്ടി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി അജിത് കുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജി ടോമി, ഭരണസമിതി അംഗങ്ങളായ ഷാൻവാസ്, വി അബ്ദുൽ സലീം, പടുവിൽ കുഞ്ഞു മുഹമ്മദ്, മണികണ്ഠൻ വടശ്ശേരി, പി വി തങ്കച്ചൻ, ആയിഷ ബാനു കാപ്പിൽ, ജോയിന്റ് BDO സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധതരം മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും പദ്ധതി തയ്യാറാകുന്നു. മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ ശ്രദ്ധ എന്ന പേരിലാണ് പഠനം നടത്തി പദ്ധതി തയ്യാറാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ, ആത്മഹത്യാ പ്രേരണ, വിവിധതരം ബുദ്ധിമുട്ടുകൾ എന്നിവ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഏതെല്ലാം തരത്തിൽ തരണം ചെയ്യാമെന്നും കണ്ടെത്തുന്നതിനായാണ് മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് പഠനം നടത്തി പദ്ധതി രൂപീകരിക്കുന്നത്. ശ്രദ്ധ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ അധ്യാപകരുടെ യോഗം ചേർന്നു. പട്ടാമ്പി BRCയിൽ നടന്ന യോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി അതിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നതാണ്, നമ്മുടെ നാട് സൂയിസൈഡ് റിസ്ക് ഫാക്ടറുള്ള ഒരു നാട് കൂടിയാണ്. അത് മെന്റൽ ഹെൽത്തിന്റെ പല സ്റ്റാറ്റിസ്റ്റിക്സുകളും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി പല ആത്മഹത്യകളും പലപ്പോഴും വരുന്നത് നമ്മൾ കണ്ടു. ആത്മഹത്യ എപ്പോഴും നമുക്കറിയാം ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് ആത്മഹത്യ. പലപ്പോഴും സമയബന്ധിതമായിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴാണ് അത്തരത്തിൽ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ മേഖലയിലും. അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ പുറമെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതും പലർക്കും ഉണ്ടാവും. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അഡ്രസ് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് എന്ന് തോന്നി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ വിഷയം സ്കൂൾ കേരളയുടെ ഒരു മീറ്റിംഗിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പ്രോജക്റ്റ് നാളെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓൾറെഡി വിദ്യാഭ്യാസ വകുപ്പ് ഇതിനുള്ള ചില ശ്രമങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി വി ശിവൻകുട്ടിക്കും സമർപ്പിക്കും. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, KP ഫാറൂഖ്, ആസിഫ്, ബാബുരാജ്, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടത്തുന്ന കരുവാരക്കുണ്ട് ഫെസ്റ്റിനുള്ള കാൽനാട്ടൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 24 മുതൽ ഫെബ്രുവരി 16 വരെ ചീനിപ്പാടത്താണ് ഫെസ്റ്റ് സീസൺ 2 നടക്കുക. ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയോടെ കരുവാരക്കുണ്ട് ഫെസ്റ്റ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ സീസൺ 1 ഭൂമി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വന്ന ബാധ്യത തീർക്കുന്നതിനും ബഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുക സമാഹരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സീസൺ 2 നടത്തുന്നത്.
ജനുവരി 24 മുതൽ ഫെബ്രുവരി 16 വരെ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ റൈഡുകൾ, അഡ്വഞ്ചർ പാർക്കുകൾ, പെറ്റ് ഷോ, ഫുഡ് കോർട്ട്, മരണക്കിണർ, സ്റ്റേജ് ഷോ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ ഉണ്ടാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, സ്കൂളിൻ്റെ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയും മലപ്പുറം ജില്ലയിലെ 1-ാം നമ്പർ സ്കൂളാക്കി മാറ്റുന്നതിനുള്ള പ്രാരംഭ നടപടി എന്ന രീതിയിൽ തുടങ്ങിയ ഈ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള 2ാമത്തെ ഫെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇതുമായിട്ട് സഹകരിച്ച് ഈ ഫെസ്റ്റ് ഒരു വൻ വിജയമാക്കി തരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ കാൽനാട്ട് കർമ്മം പതാക ഉയർത്തണം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റ് കൺവീനർ നുഹ്മാൻ പാർമൽ വിശദീകരണം നൽകി. അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാർണിവൽ മഹോത്സവം അല്ലെങ്കിൽ കരുവാരക്കുണ്ട് ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിൻ്റെ നിലവിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബാധ്യത തീർക്കുക, അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി കരുവാരക്കുണ്ടിലെ സർവകക്ഷികളുടെ അംഗീകാരത്തോടു കൂടി ആണ് ഈ പരിപാടി നമ്മൾ ഈ വരുന്ന 24-ാം തീയതി ആരംഭിക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജിൽസ്, അംഗങ്ങളായ ഹസീന സറാമ്പിക്കൽ, ഗിരീഷ് തച്ചമ്പറ്റ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK ജെയിംസ്, GC കാരക്കൽ, N ഉണ്ണീൻകുട്ടി, V ഷബീർ അലി, അയ്യൂബ് മേലേടത്ത്, NK ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ അഫ്രയെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. നെൽകൃഷിക്ക് സൂക്ഷ്മ മൂലക മിശ്രിതം ഡ്രോൺ വഴി തളിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടൂർക്കര, പാമ്പാടി പാടശേഖരങ്ങളിലെ നെൽകൃഷിയിലാണ് നൂതന വിദ്യ നടപ്പാക്കിയത്. 80 ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സൂക്ഷ്മ മൂലക മിശ്രിതം തളിക്കുന്നതിന് ഡ്രോൺ പരീക്ഷണം നടപ്പാക്കുന്നത് ഇതാദ്യമായാണ്. പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഡ്രോൺ പറത്തൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ പ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ സൽമത്ത് പറമ്പിൽ, കൃഷി ഓഫീസർ ആര്യകൃഷ്ണ, കൃഷി അസിസ്റ്റന്റ് V സുധ, പാടശേഖര സമിതി ഭാരവാഹികളായ V ഉമ്മർ ഹാജി, V ശങ്കരനാരായണൻ, പറമ്പിൽ അബു ഹാജി എന്നിവർ സംസാരിച്ചു. 1 ഏക്കർ കൃഷിയിൽ സൂക്ഷ്മ മൂലക മിശ്രിതം തളിക്കാൻ 10 മിനിറ്റ് സമയമാണ് എടുത്തത്. കൊണ്ടൂർക്കര, പാമ്പാടി പാടശേഖരങ്ങളിലായി 400 ഏക്കറയോളം നെൽകൃഷിയുണ്ട്. മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത്. കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തളിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇലകളിൽ നേരിട്ട് തളിക്കുന്നതിനാൽ നെല്ലിന് മിശ്രിതം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയും. മിശ്രിതം തളിച്ചത് ഡ്രോൺ വഴി ആയതുകൊണ്ട് കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി. ഗ്രീൻ ടെക്നോളജിയിൽ മണ്ണാർക്കാട് മൈലാംപാടം പൊതുവപ്പാടം റോഡ് ഒരുങ്ങുന്നു. ക്വാറി ഉൽപ്പന്നങ്ങളില്ലാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ഫുൾ ഡെപ്ത് റിക്ലമേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. PMGSY പദ്ധതിയിൽ നിന്ന് VK ശ്രീകണ്ഠൻ MP അനുവദിച്ച 3.76 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുന്നതോടൊപ്പം കൂടുതൽ കാലം നിലനിൽക്കുമെന്നതും ചെലവ് വർദ്ധിക്കില്ല എന്നതുമാണ് FDR ടെക്നോളജിയുടെ ഗുണം. നിലവിലെ ടാറിംഗ് പൂർണ്ണമായി ഇളക്കി മാറ്റി നടത്തുന്ന നവീകരണ ജോലികളാണ് FDR. പാറ, മണൽ എന്നിവ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ പരമാവധി പുനരുപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. നിലവിലുള്ള റോഡിലെ ടാറിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപരിതലത്തിൽ നിന്ന് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ 30 സെന്റിമീറ്റർ ആഴത്തിൽ നീക്കം ചെയ്യുകയാണ് ആദ്യഘട്ടം. ഇത്തരത്തിൽ നീക്കിയ ടാറും കോൺക്രീറ്റും കല്ലും റിക്ലൈമർ എന്ന യന്ത്രം ഉപയോഗിച്ച് ചെറുതാക്കും. തുടർന്ന് പാഡ് ഫ്രൂട്ടർ റോളർ ഉപയോഗിച്ച് അമർത്തും. അതിനുശേഷം ടയർ റോളറും സ്മൂത്തർ റോളറും ഉപയോഗിച്ച് നിരപ്പാക്കും. യന്ത്രസഹായത്തോടെ സിമന്റും മണ്ണും സ്റ്റെബിലൈസറും കലർത്തി വെള്ളം ഒഴിച്ച് റോഡ് റോളർ ഉപയോഗിച്ച് റോഡിന്റെ പ്രതലം ഒരുക്കും. ഇതോടെ റോഡിന്റെ ഉപരിതലം കോൺക്രീറ്റ് പ്രതലം പോലെയാകും. 7 ദിവസം നനച്ച് ബലപ്പെടുത്തും. തുടർന്ന് ബിനുമിനസ് ടാർ ഉപയോഗിക്കും. നവീകരണത്തിന് വീണ്ടും പാറയും മണലും മെറ്റലും പാറപ്പൊടിയും ആവശ്യമില്ലാത്തതിനാൽ ചെലവും കുറയും. വേനൽക്കാലത്ത് റോഡിന്റെ പ്രതലം ചൂടായി ടാർ ഉരുകുന്നതും ഇതിന്റെ ഫലമായി റോഡ് തകരുന്നതും ഒഴിവാക്കാൻ സാധിക്കും. നവീകരണത്തിനു ശേഷം റോഡ് കൂടുതൽ കാലം നിലനിൽക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കുമരംപുത്തൂർ പഞ്ചായത്തിലെ മൈലാംപാടം മുതൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ പൊതുവപ്പാടം വരെ
4 കിലോമീറ്ററാണ് ഈ രീതിയിൽ നവീകരിക്കുന്നത്. സാധാരണഗതിയിൽ 4 കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ 1070 ലോഡ് കോറി ഉൽപ്പന്നങ്ങൾ വേണ്ടിയെടുത്ത് 1 ലോഡ് പോലും ഇല്ലാതെയാണ് റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതെന്ന് PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GS അനീഷ് പറഞ്ഞു. ഫുൾ ഡെപ്ത് റിക്കഗ്നേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് നിലവിലുള്ള റോഡ് സർഫസ് 30 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നിലവിലുള്ള മെറ്റീരിയലും എല്ലാം കൂടി ചേർത്ത് സിമൻറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡിറ്റീവായിട്ടുള്ള ഒരു കെമിക്കലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതിനെ തന്നെ ആ സ്ഥലത്ത് പുനരുപയോഗിച്ച് കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ നമ്മുടെ പ്രകൃതിയെ ദോഷം ചെയ്യാതെ ഉള്ള ഒരു ഗ്രീൻ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 30 സെൻറ്റിമീറ്ററിൽ എടുക്കുന്ന മെറ്റീരിയൽസ് റോളർ ഉപയോഗിച്ച് റോള് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് 22.5 സെൻറ്റിമീറ്ററിലേക്ക് കൊണ്ടുവന്ന് 100% കോമ്പാക്ഷൻ ഉറപ്പാക്കി ബലപ്പെടുത്തി ആണ് ഇതിൻ്റെ ബേസ് തയ്യാറാക്കുന്നത്. ഈ ബേസിന് പുറത്ത് നമ്മൾ SS1 ചേർത്ത് സാമിയിലെ സ്ട്രെസ് അബ്സോർബിംഗ് മെംബ്രെയിൻ ഇൻ്റർഫേസ് എന്ന ഒരു ലെയർ വിരിച്ച് അതിൽ VG30 ചൂടാക്കി ചേർത്ത് അതിൻ്റെ പുറത്ത് 3 സെൻറ്റിമീറ്റർ BC ബിറ്റുമിനസ് കോൺക്രീറ്റ് ചെയ്ത് സർഫസ് ക്ലിയർ ചെയ്ത് റോഡ് ചെയ്ത് തീർക്കാനാണ് ഈ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായ പുതുതായി നമുക്ക് ഒരു മെറ്റീരിയലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ PMGSYയിൽ തന്നെ ഈ റോഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 സെൻറ്റിമീറ്റർ കനത്തിൽ GSBയും 15 സെൻറ്റിമീറ്റർ കനത്തിൽ വെറ്റ് മിക്സും യൂസ് ചെയ്ത് അതിൻ്റെ പുറത്താണ് നമ്മൾ ടാറിങ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 4 കിലോമീറ്റർ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000 MQ മെറ്റീരിയൽ ആ രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. എന്നാൽ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും MQ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് നമ്മുടെ ക്വാറിങ്ങിനും മറ്റും ഇപ്പോൾ ഉള്ള മെറ്റീരിയലിൻ്റെ ഷോർട്ടേജിനും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കാതെ തന്നെ നമ്മൾ ഈ ടെക്നോളജി ചെയ്തു തീർക്കുകയാണ് ചെയ്യുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡിനും പ്രദേശവാസികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കൗതുകവും വിജ്ഞാനവും പകർന്ന് ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഒരുക്കിയ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ടെക്സോ 2K25 എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനം കാണാൻ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിലെത്തിക്കുന്നതിനുമായാണ് ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ടെക്സോ 2K25 എന്ന പേരിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചു. സ്ഥാപനത്തിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രൊജക്റ്റുകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഇതിനു പുറമെ NCC പവലിയൻ, ഇല്യൂഷൻ റൂം, ലേസർ ഷോ, 3D ഷോ, റോബോട്ടിക്സ്, ഹൊറർ ഹൗസ് തുടങ്ങിയ പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സമീപത്തെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ആദ്യ ദിവസം പ്രദർശനം കാണാനെത്തിയത്. കൂടാതെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പ്രദർശനം കാണാനെത്തിയിരുന്നു. AI സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ അറിവും അത്ഭുതവും പകരുന്നതാണ് പ്രദർശനമെന്ന് കാണാനെത്തിയവർ പറഞ്ഞു. പുതിയ ടെക്നോളജീസിനെ കുറിച്ച് അറിയാൻ പറഞ്ഞു. പിന്നെ എല്ലാ ടെക്നോളജീസും നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഉള്ള കുറേ കണ്ടുപിടുത്തങ്ങളും കണ്ടു. വളരെ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ തുടങ്ങി സാങ്കേതിക രംഗങ്ങളിൽ ലോകം വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ കുട്ടികളിൽ അടിസ്ഥാനപരമായി
എന്തെല്ലാം സാങ്കേതികതകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മലബാർ പോളിടെക്നിക് ഒരുക്കിയിട്ടുള്ള ഈ എക്സ്പോ വളരെ പ്രയോജനകരമാണ്. ഞാനതിനെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടുന്ന് കാണാനും പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാനും പറ്റി. ഇപ്പോൾ ഞങ്ങളും ഇനി ഭാവിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാക്കാമല്ലോ. അപ്പോൾ കുറേ ഞങ്ങൾ PTM സ്കൂളിൽ നിന്നാണ് വരുന്നത്. പിന്നെന്താ കുറേ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു. എല്ലാതും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലത്. വിവിധ പോളിടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. പ്രദർശനം ബുധനാഴ്ചയും തുടരും. ഏകാധിപത്യത്തിനെതിരെ ഭരണഘടനയാണ് ആയുധമെന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഭരതൻ വാഴേക്കാട് നയിച്ച പദയാത്ര ചെത്തല്ലൂരിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനുവരി 26 മുതൽ 30 വരെ നടക്കുന്ന യുവജന സംഗമത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ഭരതൻ വാഴേക്കാടിന്റെ നേതൃത്വത്തിൽ കരിങ്ങലത്താണി മുതൽ ചെത്തല്ലൂർ വരെ പദയാത്ര സംഘടിപ്പിച്ചത്. ചെത്തല്ലൂർ സ്കൂൾ പരിസരത്ത് നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഭരതൻ വാഴേക്കാട് അധ്യക്ഷനായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നുവന്ന ആദിൽ, സ്വാലിഹ് എന്നിവരെ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EK ജസീൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P കൃഷ്ണദാസ്, VD മണികണ്ഠൻ, മുരളീകൃഷ്ണൻ അരയത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PT അജ്മൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോജ്, സെക്രട്ടറിമാരായ A രഘുനാഥ്, മുഹമ്മദ് അമീൻ, C ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ച് സൗജന്യമായി തത്സമയ ചായയും പായസവും ഐസ്ക്രീമും. പ്രസിഡന്റ് KM ഹനീഫയാണ് പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾ തേടിയെത്തുന്നവർക്ക് സ്നേഹമധുരം 2K25 എന്ന പേരിൽ ചായ സൽക്കാരം തുടങ്ങാനൊരുങ്ങുന്നത്. വീട്ടിലെ അതിഥി എന്ന നിലയിലാണ് ചായ നൽകുന്നതെന്ന് KM ഹനീഫ പറഞ്ഞു. ജിഞ്ചർ, ലെമൺ, പൈനാപ്പിൾ, ഗ്രീൻ തുടങ്ങിയ 4 തരം ചായയുണ്ടാകും. 4 ദിവസം ചായയും 1 ദിവസം ഐസ്ക്രീമും 1 ദിവസം പായസവുമായിരിക്കും. ചായ തയ്യാറാക്കാൻ ഒരാളെ നിയോഗിക്കും. ഒരു ദിവസം 50 മുതൽ 100 വരെ പേർ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട്. അവർക്ക് ഏകദേശം അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ദൂരെ പോകണം. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവവധൂവരന്മാർക്കും പ്രത്യേക സമ്മാന പദ്ധതി തുടങ്ങുന്നുണ്ട്. സ്പോൺസർമാരെ തേടിയെങ്കിലും കിട്ടിയില്ല. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഓണറേറിയം ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്ന് KM ഹനീഫ പറഞ്ഞു. വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതി മറ്റന്നാൾ മുതൽ 9-ാം തീയതി മുതൽ ആരംഭിക്കുക. അത് തികച്ചും പഞ്ചായത്തിന്റെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. പഞ്ചായത്തിൽ സേവനങ്ങൾക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും വീട്ടിലെ അതിഥി എന്നുള്ള നിലക്ക് അവർക്ക് ചായ, അതുപോലെ തന്നെ പായസം, ഐസ്ക്രീം തുടങ്ങിയവ തികച്ചും ഫ്രീ ആയി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ചുകൊണ്ട് മറ്റന്നാൾ മുതൽ കൊടുക്കാൻ പോവുക. പ്രസ്തുത പരിപാടിക്ക് പ്രിയപ്പെട്ട DCCയുടെ പ്രസിഡന്റ് ശ്രീ K തങ്കപ്പൻ, അതുപോലെ തന്നെ KTDCയുടെ ചെയർമാൻ PK ശശി, ജനാബ് PA തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് തുടക്കം കുറിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9:30 നടക്കും. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KTDC ചെയർമാൻ PK ശശി, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം PA തങ്ങൾ എന്നിവർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് KM ഹനീഫ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PC കുഞ്ഞിരാമൻ, എലമ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജു കരിയോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചെർപ്പളശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചത്. P മമ്മിക്കുട്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. KCB ചെർപ്പശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രസാദ്, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ C കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് CS ഗിരീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ NK വിജയകുമാർ വരവ് ചെലവ് കണക്കും, ജില്ലാ സെക്രട്ടറി PK ശ്രീനിവാസ നാരായണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KV സറാജു T, P അബ്ദുൽ ഗഫൂർ, C സൂര്യചന്ദ്രൻ, CP രാധാകൃഷ്ണൻ, C ജയേഷ്, PV സാജൻ, K ശങ്കരനാരായണൻ, T അപ്പുണ്ണി, K സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിലെ 145 അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ സമ്മേളനമാണ് നടന്നത്. അടുത്ത 3 വർഷത്തേക്കുള്ള 23-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. താഴേക്കോട് അരക്കുപറമ്പ് മംഗലശ്ശേരിക്കാവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഇടമന ഈശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി നെന്മിനിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ 5:30 നട തുറന്ന ശേഷം ക്ഷേത്രം തന്ത്രി ഇടമന ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ എന്നിവ നടന്നു. തുടർന്ന് രാവിലെ 8 മണിക്ക് കലശപൂജ, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം വളപ്പുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും പാൽക്കുടം ഘോഷയാത്ര ഉണ്ടായി. തുടർന്ന് ക്ഷീരാഭിഷേകം, ശ്രീഭൂതബലി, അലങ്കാരപൂജ, പ്രസാദൂട്ട് എന്നിവ നടന്നു. വൈകുന്നേരം 4 മണിക്ക് പുതിയക്കാവ് രുദ്രാക്ഷം ഗ്രൂപ്പിന്റെ ചിന്തുപാട്ടും ഉണ്ടായി. വൈകുന്നേരം 6:30 നടന്ന ദീപാരാധനയോടെ ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവത്തിന് സമാപനമായി. ഇരകൾക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി KSTU മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം TS സലാം ഉദ്ഘാടനം ചെയ്തു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിൽ 10 മുതൽ 11 വരെ കൊപ്പത്ത് നടക്കുന്ന KSTU ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു ടേബിൾ ടോക്ക്. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരകൾക്കൊപ്പം എന്ന പേരിൽ നടത്തിയ ടേബിൾ ടോക്ക് പ്രീ പ്രൈമറി മുതൽ കോളേജ് തലം വരെ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്തു. TS സലാം ഉദ്ഘാടനം നിർവഹിച്ചു. മുഴുവനും പാസ്സാക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇരുന്ന കുട്ടികൾ മുഴുവനും 10ാം ക്ലാസ്സിൽ ജയിക്കുന്നു. 10ാം ക്ലാസ്സിൽ അധ്യാപകരെ നമ്മൾ ജയിപ്പിക്കാൻ പറയല്ല, അവർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. കൃത്യമായി ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൃത്യമായി ഒരു സെന്റൻസ് എഴുതാൻ പോലും കഴിയാത്ത കുട്ടികൾ പോലും 10ാം ക്ലാസ്സിൽ വിജയിക്കുന്നു. KSTU വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അസോസിയേറ്റ് സെക്രട്ടറി സിദ്ദിഖ് പാറാക്കോട്ട് മോഡറേറ്ററായി. ഡോക്ടർ T സൈനുൽ ആബിദ്, പ്രദീപ്, ഉണ്ണികൃഷ്ണൻ, MP സാദിഖ്, ഹമീദ് കൊമ്പത്ത്, ആലീസ് എന്നിവർ പ്രസംഗിച്ചു. മുണ്ടക്കോട്ട് കുറിശി വള്ളുവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാട്ടറിവുകൾ 2025 സംഘടിപ്പിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ കലകളെയും നാടൻ കലാരൂപങ്ങളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന നാട്ടറിവുകൾ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, മക്കളോട്, കൊച്ചുമക്കള് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഗൈഡ് ചെയ്യുന്ന അധ്യാപികകളും അനധ്യാപകന്മാരും അവരുടെ രക്ഷിതാക്കളും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ അവരെന്ത് കാണിക്കുന്നു, എന്താണ് അവരുടെ ചേഷ്ടകൾ, അവർക്ക് ഏതിനോടാണ് താല്പര്യം, അവർ ഓരോരോ കാര്യത്തിൽ തിരിഞ്ഞ് എങ്ങനെ പോകുന്നു, ഇത് പാരൻസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു അധ്യക്ഷനായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സുനന്ദ, സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ വികാസ്, സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ പ്രീത രാജേഷ്, PTA പ്രസിഡന്റ് വൃന്ദ രവികുമാർ, വൈസ് പ്രിൻസിപ്പൽ സബിത രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം വയലിൻ ഇന്റർനാഷണൽ ബാംബു ബാൻഡിന്റെ നേതൃത്വത്തിൽ മുളസംഗീതം അരങ്ങേറി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാകുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷിക്കാരോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും മന്ത്രി. ജീവനക്കാരില്ല. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസ് പൂട്ടി. വീട് കെട്ടിട നിർമ്മാണ അനുമതിക്കായി പഞ്ചായത്തിൽ അപേക്ഷിച്ചവർ ദുരിതത്തിൽ. വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി പണം തട്ടിയ പരാതിയിൽ യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. കൂനത്തറ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. വ്യാജ പെർമിറ്റ് നിർമ്മിച്ചത് വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ. ഒലിപ്പുഴ പുലാമന്തോൾ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ മേലാറ്റൂരിൽ ജനകീയ പ്രതിഷേധം. നവീകരണം വൈകുന്നതിൽ റോഡ് ഉപരോധിച്ചു. സമരം അവസാനിപ്പിച്ചത് പ്രവൃത്തി ഉടൻ ആരംഭിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ. കൗതുകവും വിജ്ഞാനവും പകർന്ന ചെർപ്പളശ്ശേരിയിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം. മലബാർ പോളിടെക്നിക് ക്യാമ്പസാണ് 2 ദിവസത്തെ ടെക്സോ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം കാണാനെത്തി നിരവധി പേർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.